ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ രേവതി എങ്ങനെയും നമ്മുടെ അച്ഛനെ കാണാൻ വേണ്ടി അവസരം നോക്കി നിൽക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് നമ്മുടെ അമ്മയും നമ്മുടെ ശ്രുതിയും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ ഒരു സമയം നോക്കി നമ്മുടെ രേവതി അവിടെ അപ്പം നമ്മുടെ അശോകേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്ന് അച്ഛനെ കാണണം, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മോള് വേഗം കയറി കണ്ടോളൂ, ഞാൻ അവർ വരുമ്പോഴേക്കും മോളെ അറിയിച്ചോളാം, മോള് വേഗം കയറി കണ്ടോളൂ എന്ന് പറഞ്ഞ് രേവതി ഐസിയുനുള്ളിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി ഉള്ളിൽ ചെന്ന് അച്ഛനെ കാണുക കേട്ടോ. അപ്പം അച്ഛന് ബോധമൊന്നും വീണിട്ടില്ല. അച്ഛൻ്റെ കയ്യിൽ ആ ഒരു രേവതിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പൂജിച്ച ചരടുണ്ടല്ലോ, ആ ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം സമയത്ത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഐസിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ അശോകൻ ചേട്ടൻ വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ രേവതിയെ ഉള്ളിൽ ഫോൺ ചെയ്ത് വിളിച്ച് പറയുന്നൊരു രംഗവും ഇവര് നമ്മുടെ ശ്രുതിയും നമ്മുടെ ചന്ദ്രമതിയും ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ആകെപ്പാടെ കലിയിലും ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി ഇവര് നമ്മുടെ രേവതിനെ കാണുമോ? കണ്ടാ പിന്നെ തീർന്നു, അവിടെ നമ്മൾ ഹോസ്പിറ്റലാണെന്നൊന്നും ഇവർ ചിന്തിക്കില്ല അല്ലേ. ഒച്ചപ്പാടും ബഹളവും കലഹവും തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി അറിയാട്ടോ. മിക്കവാറും നമ്മുടെ രേവതി പിടിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കേട്ടോ. കാരണം ഇദ്ദേഹം വിളിക്കുമ്പോൾ അവര് തൊട്ട് പുറത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ രേവതി ആണെങ്കിൽ ഐസിൻ്റെ ഉള്ളിൽ തന്നെയാണ് താനും. ഇനി നമ്മുടെ രേവതി കെട്ടിക്കൊടുത്ത ചരടെങ്ങാൻ കാണുമ്പോൾ പിന്നെ ചന്ദ്രമതി തീർന്നു. ഇനി അദ്ദേഹത്തെ കൊല്ലാനാണ് അവൾ ആ ചരട് കെട്ടിക്കൊടുത്തത് എന്നുള്ള വാർത്തയും നമ്മുടെ ചന്ദ്രമതി മെനഞ്ഞെടുക്കാൻ ഒരു മടിയും കാണിക്കില്ല അല്ലേ. അപ്പം എന്തായാലും നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.